അപ്പോൾ ഒന്ന് വയനാട് ട്രിപ്പ് പോയിട്ട് വരാം. അങ്ങനെ ഡ്രൈവർ നമ്മൾ ചെക്കൻ ബാവയാണ്. പിന്നെ മുബാരിസിനെ അജ്മലിനും കൂട്ടി അവിടുന്ന് നെയ്മിനെ വിളിക്കാൻ. നെയ്മിൻ്റെ പണിയാണിത്. അവിടുന്ന് ചെക്കനെ പിക്ക് ചെയ്ത് പിന്നെ ചെക്കൻ്റെ പാട്ടാണ്ട് തുടങ്ങി അവിടുന്ന് അങ്ങനെ കോഴിക്കോട് എത്തി ചാവടിക്കാൻ കയറിയതാണ് എല്ലാവരും കൂടെ. അങ്ങനെ അതും കഴിഞ്ഞ് ചെക്കൻ ഫോട്ടോ എടുക്കാൻ നിൽക്കണം. അവൻ മാത്രമല്ല എല്ലാവരും ഉണ്ട് അവിടെ. കുറച്ച് ആൾക്കാർ കണ്ടിട്ട് ചെക്കനെ പിന്നെ മോട്ടറൊക്കെ കഴിഞ്ഞാൽ ചെക്കൻ പിന്നെ എന്താണെങ്കിലും ചെയ്തോളൂ. വെള്ളം കൊടുക്കൂലേ ക്ലാസ് കണ്ടിക്കളയില് ചെക്കനെ ഞാൻ കാണുന്ന പൊലി പാത്തുണ്ടാവുള്ളൂ. കുറച്ചു നേരം കഴിഞ്ഞ് ചെക്കൻ ചവിട്ടിക്കാതെ മൂന്ന് വണ്ടി നമ്മൾ ട്രിപ്പ് വേണ്ടി വന്നിട്ടുള്ളത്. അതിൽ ഒരു വണ്ടി നേരം വൈകിയ കാറാണ് കാണുന്നത്. ആളുള്ളു കലക്കി 500 റുപ്യന്റെ എണ്ണ വെറുതെ കൊണ്ടു കളഞ്ഞു. ഞാൻ വെച്ച് കണ്ണൂർ എത്തിയത് ഹൈവേക്ക് ഇങ്ങനെ വീടന്നെ മൂപ്പര്. അപ്പൊ ഞാൻ ചോദിച്ചെല്ലടാ കട്ടിങ് ഒന്നുമില്ല വീട്. നമുക്ക് ചന്ദ്രന്റെ ചായക്കട പോയിട്ട് വരാം അല്ലേ. അപ്പോ അതൊക്കെ നമ്മളെ ആൾക്കാരാണ്. അങ്ങനെ കാണിച്ചു കൊടുത്തല്ലേ. ഒരു വണ്ടി ആണുങ്ങളും ഒരു വണ്ടി പെണ്ണുങ്ങളും ഉണ്ട്. ഞാസിഫാക്കന്നെ ഇനി മൻസൂറാക്കന്നെ എട്ടുള്ളി മാപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ആ കട്ടിങ് മാറി അടുത്ത കട്ടിങ് അയക്കണം. അപ്പൊ പറയില്ല ഇവിടെ അല്ല അപ്പുറം പോട്ടെ. എവിടെ എത്തിക്കുന്നറിയോ നമ്മള് വന്നില്ലേ. ഈ റോഡ് വന്നില്ലേ. ഈ റോഡ് ഞങ്ങള് ഈ 11 കിലോമീറ്റർ ഇല്ലേ. ഈ 11 കിലോമീറ്റർ അവിടുന്ന് ഈ ഇതേപോലത്തെ. അപ്പൊ ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ട് നിങ്ങൾ ചാടി കളിച്ചു നിങ്ങളോട്. അവിടെ ഞങ്ങൾ അവിടുന്ന് ഒരു 15 മിനിറ്റാ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ. ഇവരെന്ത് ചെയ്തിരിക്കുന്നറിയോ അവിടെ അങ്ങനെ വിടണ്ട, നമുക്ക് നല്ല റോഡ് ഉണ്ടായിക്കൂടെ. അതായിക്കോട്ടെ. എന്നാല് ഞാൻ വിചാരിച്ചിരുന്ന മൂപ്പർക്ക് അറിയണ വഴി ആയിക്കൊന്ന് വിചാരിച്ചിരിക്കണേ. കയ്യരാ അങ്ങനെ എത്തിവിടെ എല്ലാരും ഉണ്ട്. ചെക്കനുണ്ട് അവിടെ. അങ്ങനെയെല്ലാം പ്ലേറ്റ് തിന്നിറങ്ങാൻ പറ്റും. കുറച്ചാൾക്കാർ ഇവിടെ ഡോണല്ലേ പേടിച്ചിട്ട് പറ്റാണ്. പൊറാട്ട ആസീൻ അവിടെ ഏതാ പറഞ്ഞേ? അല്ല അത് സെയിം സാധനം മാത്രം. അവിടെ ചോദിച്ചിട്ട് എനിക്കൊന്ന് ഒരു 10 ഒരു 10 രൂപ അതാ പൊട്ടാ. മൂപ്പര് തന്നെ കുലിക്ക വേണ്ട. അവിടെ എന്താ പറഞ്ഞു? കേദാറാണ് കാതല്. അത് കഴിഞ്ഞ് തിന്നണേന്റെ കണക്കാണ് പറഞ്ഞു കൊടുക്കണേ. മറ്റേ 10 രൂപ
എന്ത് നമ്മൾ ടെൻഷനിലൊന്നും എന്തായാലും നമ്മള് കുറക്കണോ? കണക്കിങ്ങനെ പറയുന്നത് ചൂടുകൊണ്ട് എണ്ണ കൂടും. മകനെ താലി ചക്കര പോലെ അല്ല അതെല്ലോ ഏഴില്ല നമ്മളെ ടേബിളിൽ എത്ര ചായ കറിയിക്കുന്നത്? പകുതി ഷോട പകുതി പകുതി ഷോട ആര് പറഞ്ഞ ഇജല്ലേ? നിങ്ങളെപ്പാ അബ്ദുൽ ഖാദർ എന്റെ ചെക്കനെ ഊക്കി ഊക്കി കൊന്നു എല്ലാരും കൂടെ. ടീം ഒരുപാട് ബാർബിക്യൂ ഉണ്ടായിക്കണ കോയിന്റെ ബാക്കിൽ കൂടെ കയറ്റി തിരിച്ചിട്ടാണ് അല്ല ഞാൻ ഉണ്ടാക്കൂടാ അവിടെ മറ്റേ ഫിലിപ്പീൻസിന്റെ ബാർബിക്ക് എന്തെന്ന് ചോദിച്ചേ ബാർബിക്ക് അതന്നല്ലേ എന്താണ് കമ്പി കുത്തിയിട്ടുള്ള ആ അതല്ലടാ കമ്പിമ വെച്ചിട്ടുള്ള പറിച്ചിട്ടുള്ള അടിച്ചു മരിച്ചാലേ ബാർബിക്ക് മറ്റേ അതന്നല്ലേ ആ കൊള്ളിമ കുത്തണേ അത് എട്ടായാലും അങ്ങനെ റിസോർട്ടിലൊക്കെ എത്തി. റിസോർട്ടൊക്കെ അടിപൊളിയാണ്, പക്കനെ കുഴപ്പമില്ല, നീറ്റാണ്. 2 റൂം 3 റൂമൊക്കെ ഉണ്ട്. നമ്മളെ റൂം അപ്പുറത്തെ റൂമാണ്. സംഭവം സെറ്റാണൊക്കെ സെറ്റാണ് നമ്മളെ റിസോർട്ട്. പിന്നെ നമ്മളെ ചെക്കന്മാർ ചിക്കൻ മസാല തേക്കുന്നുണ്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്. എടാ വായോ. അപ്പോൾ അവിടെ ആരല്ലേ? വീഡിയോ എടുക്കട്ടോ. ഇവിടെയാണ് പരിപാടിയുള്ളത്. പോയി വെക്കാം. ഇങ്ങനെയുള്ളൂ. എന്ത് ബാക്കിയുള്ളവരോ? പുറത്താ? പൊടി കൂടുതലാ. ആ ചെക്കനെ സഹായിക്കുന്നറിയാ. ഇനി ഇതൊക്കെ ഉണ്ട്. പിന്നെ വെള്ളം കൂടുതലാണ്. ഇത് മണ്ണല്ല. ഇത് കോട്ടി ജലദോഷം പിടിച്ച് ചെവി ഒന്ന് അടഞ്ഞു ചെയ്ത് ആയോ. അങ്ങനെ കുറച്ചാൾക്കാർ ഷട്ടിൽ കളിക്കുന്നുണ്ട്, കുറച്ചാൾ ക്യാരം ബോർഡ് കളിക്കുന്നുണ്ട്, കുറച്ചാൾ ചിക്കൻ ചൂടുണ്ട്. ചിക്കൻ ചൂടാണ് അളിയനാണ്. ഹെലികോപ്റ്റർ ഈ ക്യാരം ബോർഡ് കിങ്ങിനെ നമുക്ക് കാണാം. ഓക്കെ, ഞാൻ ഗോളി കീപ്പർ അവിടെ. ഏത് പള്ളി പോയി ചെറിയ തോറ്റാലിട്ടാ. തോറ്റ കയറി കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ
കൊരണ ഞാൻ അവിടെ ചേറിലൊക്കെ വീശി തരും എനിക്ക് വയ്യങ്ങോട്ട് മാറി നല്ല വൃത്തിയാണ്. ആരെങ്കിലും മേത്തേക്കാവും എല്ലാം പാടാ അവിടെ കത്ത് എന്തിനു കത്ത് നാട്ടില് ജി കത്തുണ്ട് കത്തിച്ചാ കത്തുണ്ടല്ലേ ഉപ്പ തീനോട് പൊയ്ക്കോന്ന് കൊച്ചു പണി അങ്ങനെ അതൊക്കെ ചൂടാക്കി അങ്ങ് ചിക്കനും മസാല ആക്കി സെറ്റാക്കി കൊടുക്കും ഞാൻ അളിയാൻ കൂടെ. മസാല പൊള്ളി പാട്ടാ പേജി അങ്ങനെ ചിക്കൻ ചൂടാക്കാൻ വെച്ച് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റിലെ തമ്പോലെ കൊട്ട് മസാല ഇറക്കുന്നത് രതീസ് മസാലകള് മട്ടനുക്കുള്ള മസാല കോഴിക്ക് പിന്നെ പെരുമണായിട്ടാ മിക്സഡേ ഏതാ മജസ് അങ്ങനെ ഇതോടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു.